പണ്ട് പണ്ടൊരു രാജ്യത്തെ രാജാവിനും രാജ്ഞിക്കും ആറ്റുനോറ്റൊരു പെൺകുഞ്ഞു പിറന്നു. വളരെ കാലം കാത്തിരുന്നുണ്ടായ കുഞ്ഞായതിനാൽ കുഞ്ഞിന്റെ ജനനത്തിൽ അവർ വല്ലാതെ സന്തോഷിച്ചു. രാജ്യം മുഴുവനും നീളുന്ന ആഘോഷങ്ങൾ ഉണ്ടായി. കുഞ്ഞിന്റെ പേരിടിയിൽ ചടങ്ങിന് നാട്ടിലെ മുഴുവൻ ആളുകളെയും 7 നല്ല മന്ത്രവാദിനികളെയും രാജാവ് ക്ഷണിച്ചു. എന്നാൽ കാട്ടിൽ താമസിച്ചിരുന്ന ഒരു ദുഷ്ടയായ മന്ത്രവാദിനിയെ മാത്രം രാജാവ് ക്ഷണിക്കുവാൻ മറന്നു. പേരിടിയിൽ ചടങ്ങിന് എല്ലാവരും സമ്മാനങ്ങളുമായി വന്നെത്തി. നല്ല മന്ത്രവാദിനികൾ കുട്ടിയെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി. അവൾ സുന്ദരിയും സുശീലയുമായി തീരുമെന്ന് അവർ അനുഗ്രഹിച്ചു. 6 മന്ത്രവാദിനികളും അനുഗ്രഹിച്ചു കഴിഞ്ഞു. 7ാമത്തെ മന്ത്രവാദിനി അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദുഷ്ടയായ മന്ത്രവാദിനി അങ്ങോട്ടേക്ക് കയറി വന്നത്. തന്നെ മാത്രം ചടങ്ങിന് ക്ഷണിക്കാത്തതിൽ അവൾ കോപിതയായിരുന്നു. അവൾ കുട്ടിയുടെ അടുത്ത് വന്ന് ശപിച്ചുകൊണ്ട് പറഞ്ഞു, "നീ സുന്ദരിയും സുശീലയും എല്ലാം ആയി തീരുമായിരിക്കും. പക്ഷെ 16ാമത്തെ വയസ്സിൽ ഒരു തുന്നൽ സൂചി നിന്റെ കയ്യിൽ തറയ്ക്കുകയും നീ മരണപ്പെടുകയും ചെയ്യും." ഇത് കേട്ട കൊട്ടാരത്തിൽ കൂടി നിന്നവരെല്ലാം നിശബ്ദരായി. രാജാവും രാജ്ഞിയും ഹൃദയം തകർന്ന് കരയുവാൻ തുടങ്ങി. ദുഷ്ടയായ മന്ത്രവാദിനി കൊട്ടാരത്തിൽ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ 7ാമത്തെ നല്ല മന്ത്രവാദിനി മുന്നോട്ട് വന്നു. ദുഷ്ടയായ മന്ത്രവാദിനിയുടെ ശാപം പിൻവലിക്കുവാൻ അവൾക്ക് സാധിക്കില്ലായിരുന്നെങ്കിലും അതിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ അവൾക്ക് സാധിക്കുമായിരുന്നു. 16ാമത്തെ വയസ്സിൽ തുന്നൽ സൂചി കൊണ്ട് മുറിവേൽക്കുന്ന രാജകുമാരി മരിക്കുകയില്ലെന്നും പകരം ഒരു നീണ്ട നിദ്രയിലേക്ക് വഴുതി വീഴുമെന്നും യഥാർത്ഥ പ്രണയത്തോടെയുള്ള ആരുടെയെങ്കിലും ചുംബനം ലഭിക്കുകയാണെങ്കിൽ അവൾ ആ നിദ്രയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും മന്ത്രവാദിനി രാജകുമാരിയെ അനുഗ്രഹിച്ചു. തങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കുവാനായി രാജ്യത്തുള്ള തുന്നൽ സൂചികൾ മുഴുവൻ നശിപ്പിച്ചു കളയുവാൻ രാജാവും രാജ്ഞിയും ആജ്ഞാപിച്ചു. വർഷങ്ങൾ കടന്നുപോയി. രാജകുമാരി വളർന്നു വലുതായി. നല്ല മന്ത്രവാദിനികൾ അനുഗ്രഹിച്ചതുപോലെ അവൾ സുന്ദരിയും സുശീലയുമായാണ് വളർന്നത്. എന്നാൽ അവൾ 16ാമത്തെ പിറന്നാളിന്റെ അന്ന് കൊട്ടാരത്തിന്റെ വളപ്പിലൂടെ നടക്കുമ്പോൾ ഒരു തുന്നൽ യന്ത്രം കാണുവാൻ ഇടയായി. കേടുപാടുകൾ സംഭവിച്ചതുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപേ ഉപേക്ഷിക്കപ്പെട്ട ഒരു തുന്നൽ യന്ത്രമായിരുന്നു അത്. ജീവിതത്തിൽ അന്ന് വരെ തുന്നൽ യന്ത്രം കാണാതിരുന്ന രാജകുമാരി കൗതുകത്തോടെ അതിൽ തൊട്ടു. ദുഷ്ടയായ മന്ത്രവാദിനിയുടെ ശാപം പോലെ അതിന്റെ സൂചി കൊണ്ട് രാജകുമാരിയുടെ കയ്യിൽ മുറിവേൽക്കുകയും അവൾ നിദ്രയിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. രാജകുമാരിക്ക് സംഭവിച്ച ആപത്തറിഞ്ഞ് രാജ്യം മുഴുവൻ ദുഃഖത്തിലാണ്ടു. രാജാവും രാജ്ഞിയും അവളെ മനോഹരമായി അലങ്കരിച്ച ഒരു കോട്ടയ്ക്കുള്ളിൽ സുന്ദരമായ ഒരു കിടക്കയിൽ കിടത്തി. 7 മന്ത്രവാദിനികളും മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ച് കോട്ടയെ സംരക്ഷിച്ചു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. ഉറങ്ങിക്കിടക്കുന്ന സുന്ദരിയായ രാജകുമാരിയെ പറ്റിയുള്ള കഥ ദൂരദേശങ്ങളിലേക്ക് പോലും വ്യാപിച്ചു. ധീരന്മാരായ പല രാജകുമാരന്മാരും സൈനികരും കുമാരിയുടെ അടുത്തേക്ക് എത്തിപ്പെടുവാൻ ശ്രമിച്ചു. എന്നാൽ നല്ല മന്ത്രവാദിനികളുടെ മാന്ത്രിക ശക്തി കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരുന്ന കോട്ട കടക്കുവാൻ ആർക്കും സാധിച്ചില്ല. എന്നാൽ ഒരിക്കൽ ദൂരദേശത്തു നിന്നും ധീരനായ ഒരു രാജകുമാരൻ വന്നെത്തി. അവൻ വളരെ കഷ്ടപ്പെട്ട് കോട്ടയ്ക്ക് ചുറ്റുമുള്ള മുള്ളുവേലികളും മറ്റും കടന്നു. അവന്റെ നിഷ്കളങ്കമായ ഹൃദയവും ആത്മാർത്ഥമായ സ്നേഹവും കണ്ട മന്ത്രവാദിനികളും അവനെ അല്പം സഹായിച്ചു. അങ്ങനെ അവസാനം രാജകുമാരൻ രാജകുമാരിയുടെ അടുത്തെത്തി. രാജകുമാരൻ അവളെ മൃദുലമായി ചുംബിച്ചു. യഥാർത്ഥ സ്നേഹത്തോടെയുള്ള അവന്റെ ചുംബനത്തിൽ രാജകുമാരിക്ക് ശാപമോക്ഷം ലഭിച്ചു. അവൾ കണ്ണുകൾ തുറന്ന് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. രാജാവും രാജ്ഞിയും അതിയായി സന്തോഷിച്ചു. രാജ്യം മുഴുവൻ നീളുന്ന ആഘോഷങ്ങളോടെ രാജകുമാരിയും രാജകുമാരനും വിവാഹം കഴിച്ചു. പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിക്കുകയും ചെയ്തു.